ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമുക്ക് മെട്രോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബേബി ട്രിപ്പ് അടിക്കാൻ റെഡി ആയി ഇന്ന് അങ്ങോട്ടാ പോകുന്നത്, അതാണ് ഓൻ്റെ ചോദ്യം. നമുക്ക് മെട്രോ പോകണമെങ്കിൽ അതിൻ്റെ കാർഡ് റീചാർജ് ചെയ്യണം. ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീചാർജ് ചെയ്ത് നമ്മൾ ഇന്ന് താഴേക്ക് ട്രെയിനിന് കണ്ട ബോർഡ് കണ്ടില്ല, നമ്മൾ ട്രെയിനിക്ക് പോകാനുള്ള ലിഫ്റ്റ് കാരണം താഴത്തെ ഫ്ലോറിലാണ് ട്രെയിന് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകും. കുറച്ച് സ്റ്റൈലൊക്കെ ആയിട്ടെ ഞാൻ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ ലെവൽ 1 എത്തിക്കണ ട്രെയിന് കയറുന്ന സ്ഥലം. അപ്പോഴാണ് ഞാനൊരു മെഷീൻ ശ്രദ്ധിച്ചത്. ഇതില് ഫുള്ള് ഫ്രഷ് ഓറഞ്ച്, അതിങ്ങനെ അടുക്കടുക്ക് വെച്ച് എന്നിട്ട് ഓറഞ്ച് സ്ക്യൂസ് ചെയ്ത് അതിന്റെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലാക്കിയിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്യാം. 10 ദിർഹമാണ് അതിന്റെ വില. ട്രെയിൻ വരുന്നോടത്ത് ട്രെയിൻ വരാൻ എത്ര ടൈം ഉണ്ട് എന്ന് അവിടെ എഴുതി കാണിക്കും. മിനിറ്റിൽ അപ്പൊ 2 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്താം. ഇവിടുന്നാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥലം. അവിടെ അപ്പുറത്തേക്കുള്ള ട്രെയിനും വരും. അങ്ങനെ ഞങ്ങളെ ട്രെയിൻ വന്ന് ഞങ്ങളകത്തേക്ക് നല്ല തിരക്കാട്ടോ. നമുക്കും പപ്പക്കൊക്കെ സീറ്റ് കിട്ടി. ഞാനും ചെയ്യും ഇവിടെ നിൽക്കുകയാണ്. ഞാൻ നടുവിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തോണ്ട് അത് നല്ല രസമുണ്ട്. ബാലൻസ് ചെയ്ത് നമ്മള് വീഴൂല. ഈ ട്രെയിനിൽ പോയാൽ നമുക്ക് പല പല കാഴ്ചകളും. പുറത്ത് റോട്ടിൽ കൂടെ വണ്ടികൾ പോണത്, ബിൽഡിങ്ങുകള്, ഇന്ത്യൻ നെയ്മിന്റെ ബാക്കിലാണ് ദുബായ് ഫ്രെയിമാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോ സീറ്റൊക്കെ കിട്ടി. ഈ ട്രെയിനിൽ ഇടക്കിടക്ക് സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോകും. നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. പുതിയ ബിൽഡിങ്ങുകള്, പണി നടക്കണ ബിൽഡിങ്ങുകള്, ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട്. ഇവിടുത്തെ വണ്ടികളെ പറ്റിയൊന്നും പറയാതെ ഇരിക്കാം. സൂപ്പർ വണ്ടികൾ, തരം തരം വണ്ടികൾ ഉണ്ടാവും. ഞമ്മക്ക് ഇനി ഇറങ്ങേണ്ടത് എമിറേറ്റ്സ് ടവറിലാണ്. അവിടെയാണ് ഫ്യൂച്ചർ മ്യൂസിയം. ആ കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. കോഴിമുട്ടന്റെ ഷേപ്പില്ലേ, അതൊരു ബിൽഡിങ്ങാ. അങ്ങനെ നമ്മൾ എമിറേറ്റ്സ് ടവറിലെത്തി. ഇവിടെ ഇറങ്ങി ഇനി നമുക്ക് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. കാരണം നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫ്യൂച്ചർ മ്യൂസിയം ഉള്ളത്. റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ ഇനി റോഡിൽ കൂടെ ഒന്നും പോകണ്ട. റോഡിന്റെ മേലെ കൂടെയാണ് ഈ ബിൽഡിങ്. നമ്മള് എസ്കലേറ്റർ ക്രോസ് ചെയ്ത എന്താ സുഖല്ലേ. വെറുതെ വെയിലും കൊണ്ട് പുറത്തു കൂടെ ഒന്നും പോകണ്ട. അപ്പൊ നമ്മൾ ഈ എസ്കലേറ്റർ കൂടെ പോകുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ സൈഡിൽ കാണുന്ന റെഡ്, അത് ഞാൻ പ്രസ് ചെയ്ത്. എന്തെങ്കിലും എമർജൻസി വരുമ്പോ പ്രസ് ചെയ്യേണ്ട സ്വിച്ചാണ്. ആ സ്വിച്ച് അങ്ങോട്ട് നെക്കിയതോടെ ഒരു ബിഗ് സൗണ്ട്. എസ്കലേറ്റർ അങ്ങോട്ട് നിന്ന്. പിന്നെ എല്ലാം അറിയാത്ത പോലെ നടന്നങ്ങോട്ട് പോയി. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യും, വണ്ടികൾ ഇങ്ങനെ താഴെക്കൂടെ പോണതൊക്കെ നമുക്ക് കണ്ടില്ല, നല്ല രസമില്ലേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നേരെ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ബിൽഡിംഗ് അങ്ങോട്ട്. ഫ്യൂച്ചർ മ്യൂസിയം തുടങ്ങുമ്പോ തന്നെ ഒരു വൈറ്റ്, അവിടെ അങ്ങോട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അറബി ലെറ്റേഴ്സ്, അറബിക് കാലിഗ്രഫി ആണിത് എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഫുള്ള് കുത്തി മറിച്ചില്ലേ. ഇതൊരു നീണ്ടൊരു വയ്യാണ്. നിലത്ത് ഫുള്ള് ഒരു വൈറ്റ് മാറും. അതിൽക്കൂടെ അങ്ങനെ നടന്നു പോകണം. ഇവിടുന്ന് കുറെ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുത്ത്. അപ്പൊ ഞാനും കുറച്ചങ്ങോട്ട് എടുത്തു. അങ്ങനെ നമ്മള് ഈ വൈന്ന് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട്. സത്യം പറയണ അടിപൊളി. കണ്ടോ, അതിന്റെ റൂഫൊക്കെ ഫുള്ള് അറബിക് ലെറ്റേഴ്സ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നേരെ എത്തുന്നത് തന്നെ നമ്മൾ നേരെ എത്തണ തന്നെ മുകളിലത്തെ നിലയിൽ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണം. കണ്ടോ എങ്ങനെയുണ്ട് ഇതിന്റെ റൂഫ്, സൂപ്പറല്ലേ. റോട്ടിൽ കൂടെ വരുന്നവർ ഈ വഴിക്കൂടെ വരും. ഇത് കണ്ടോ ഇവിടെ കുറെ ലൈൻ. ആ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി. ഏറ്റവും ടോപ്പിക്ക് പോണത്, ഏറ്റവും ടോപ്പിൽ ഭയങ്കര വ്യൂ ആ. ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഈ ബിൽഡിങ്ങിൽ കോണേഴ്സ് ഇല്ല. അതായത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ സ്ക്വയർ മൂലകൾ അത് ഈ ബിൽഡിങ്ങിലില്ല. ഈ ബിൽഡിങ് കംപ്ലീറ്റ് കർവ് ഷേപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിന് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതില് നമുക്ക് ഇവിടെ ചുറ്റി കോണിക്കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. ലിഫ്റ്റ് അപ്പുറത്തുണ്ട്. ലിഫ്റ്റ് താല്പര്യമുള്ളവർക്ക് ലിഫ്റ്റിലും കയറാം. നമ്മളൊരു താഴെ ഒരു കോഫി ഷോപ്പ് ശ്രദ്ധിച്ചു. അവിടെ കോഫി വിൽക്കാൻ ആൾക്കാരൊന്നും. ഒരു റോബോട്ടാണ് അവിടെ കോഫി ഫുള്ള് ഉണ്ടാക്കണതും സർവ് ചെയ്യണതും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല വെറൈറ്റി ഉണ്ട്. ഞാൻ അതൊന്ന് എടുത്ത് കാണാനായിട്ട് താഴേക്കൊന്ന് കണ്ടോ. റോബോട്ട് ഗ്ലാസ് എടുക്കുന്നു, കോഫി മിക്സ് ചെയ്യുന്നു, ആളുകൾക്ക് കൊടുക്കുന്നു. അവിടുന്ന് കോഫി വാങ്ങാൻ നല്ല ക്യൂ ആട്ടോ. റോബോട്ടിന് കുറെ ആൾക്കാർ വീഡിയോയും എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കണ്ടൊരു വേറൊരു സംഗതി, അൽഗോരിതം ബേസിലാണ് ഇവിടെ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന ഓരോ ബോട്ടിലും ഡിഫറെന്റ് പെർഫ്യൂമുകളാണ്. ഓരോന്നിനും വെറൈറ്റി സ്മെൽ. അപ്പൊ ആ കാണുന്ന സ്ക്രീൻ നമ്മളൊരു നമ്പർ അടിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു 140 അടിച്ച് നമ്പർ 140
ഈ നമ്പറിലൊക്കെ ഉള്ള ബോട്ടിൽ പെർഫ്യൂം വരും. പിന്നെ അത് മിക്സ് ചെയ്ത് പുതിയൊരു പെർഫ്യൂം, എന്നിട്ട് അത് ബോട്ടിലാക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ടാവും. നല്ല വെറൈറ്റി അല്ലേ? പിന്നെ അവിടെ നല്ല ക്യാഷ് കൊടുക്കണം. പിന്നെ അവിടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ കുറെ സംഭവങ്ങൾ. അതിന് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്ന ലിഫ്റ്റ് കൂടെയാണ് നമ്മൾ അങ്ങോട്ട്. അതിന് 15 ദിവസം ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് പോയിട്ട് അങ്ങനെ നമ്മളവിടെ ഒരു കോഫിയും കുടിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്തു ബേബി ഉറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ താഴെ കുറെ ഷോപ്പിങ്ങിന്റെ സ്ഥലം. ഞാനൊക്കെ അവിടെ ഫുള്ള് കറങ്ങിയൊക്കെ ഷോപ്പിങ്ങിന്റെ സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കി. ജയ്യൂനെയും പിടിച്ച് കൊണ്ടുപോയി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല വെറൈറ്റി ബുക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കി. കണ്ടോ, ഗുഡ് ലൈഫ്, ഹാപ്പി ഹെൽത്തി മൈൻഡ്, അങ്ങനെ കുറെ ബുക്സ് വലിയവർക്കും ചെറിയവർക്കൊക്കെ പറ്റിയ ഈ ഷോപ്പ് പീസുകൾ ഉണ്ടില്ലേ. ഇതിന്റെ ഒക്കെ വില എന്താന്ന് നിങ്ങൾക്കറിയാം? നമ്മളെ നാട്ടിലൊരു 1-2 ലക്ഷമൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ ഞാനും ചെയ്യുമ്പോൾ സ്റ്റെയർ ഇറങ്ങി വരുന്നത് നേരെ ഷോപ്പിംഗ്. അവിടെ നല്ല വെറൈറ്റി ബുക്ക്, പെൻസില്, അവിടുത്തെ പെന്നിലും പെൻസിലും ബുക്കിലൊക്കെ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഇത് കണ്ടോ? ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ചെറിയൊരു മോഡൽ ലിഫ്റ്റ് അങ്ങനെ ഉണ്ട്, ഒരു ക്യാപ്സ്യൂള് പോലെ. നല്ല ഭംഗിയുണ്ട് അത് കാണാന്. അപ്പോത്തിന് ഭയങ്കര തിരക്കായിട്ടോ. ആൾക്കാർ ഫോട്ടോയും വീഡിയോയും ഇത് കണ്ടോ, ഒരു ഫ്ലൈയിങ് ഫിഷ്. ഈ ഫിഷ് ഇങ്ങനെ പറന്ന് നടക്കുക. ഈ ഫിഷ് അങ്ങനെ പറക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അടിയിന്ന് റിമോട്ടോണ്ട് ആരോ ഒന്ന് ഇതിങ്ങനെ കണ്ട്രോൾ അതിനിങ്ങനെ എടുത്തേക്ക് വിളിച്ച് അപ്പൊ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോയി. അതെന്താണ്, നീന്താണോ പറക്കുകയാണോ? നമ്മളെ വിചാരിച്ച് നൂലുമ കെട്ടി ഇറക്കിയതാണ്. അതൊന്നും ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ടെക്നോളജിയാണ്. ജയ്യു പറയാ ഞാൻ അതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് ചാടിയാലോ, ഒന്ന് പറന്നാല് നല്ല രസമല്ല തോന്നി. സംഭവം ശരി തന്നെ. ഇതൊക്കെ ഉണ്ടോ താഴെ ഓരോരുത്തർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അടുത്തത് വേറൊരു സംഭവം, ഡോഗിന്റെ പോലത്തെ ഒരു സാധനം, റോബോട്ടാണ്. ഞാൻ അതിനൊക്കെ തൊടാനായിട്ട് പോയി. പക്ഷെ അതിന്റെ ഗാർഡാണ് അതിന്റെ കൂടെ. പെണ്ണ് തൊടാൻ സമ്മതിച്ചില്ല. അതിങ്ങനെ നടന്ന് പോകുന്നുണ്ട്, റൗണ്ട് അടി. ആളുകളെ കാണുമ്പോ കൊരക്കുണ്ട്. അപ്പോഴും ഫ്ലൈയിങ് ഫിഷ് എപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട ശേഷം നമ്മള് പുറത്തേക്ക് ഡബിൾ ടക്കർ ബസ് കോമണാ തോന്നുന്നുണ്ട്. അതിന്റെ മുമ്പ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ വാങ്ങണമെന്ന് ഞാൻ എന്റെ പപ്പനോട്. ഞാൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നോക്കി. അവസാനം ഞാനൊരു പെന്നാണ് സെലക്ട് ചെയ്തത്. ഗോൾഡൻ കളറുള്ള ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പിക്ചറൊക്കെ ഉള്ള ഒരു പെന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് തിരിച്ചു നമ്മള് മെട്രോയിൽ തന്നെ പോണത്. നേരത്തെ പോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് മെട്രോയിൽ കാണുന്നതാണ് എമിറേറ്റ്സ് സ്റ്റാർ. അത് ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത്. ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പുറത്തൊരു കുളം പോലെ ഒരു സംഭവം. വലിയ ആയൊന്നും ഇല്ല, നെര്യാണിന്റെ അടുത്തൊക്കെ ഉള്ളു, എന്നാലും കാണാൻ നല്ല രസം. അങ്ങനെ എമിറേറ്റ്സ് ടവർ, ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഔട്ട്സൈഡ് ലുക്കും ഇതൊക്കെ കണ്ടതിന്റെ ശേഷം ഞങ്ങള് തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇന്റെ ഒരു ഡാൻസ് എങ്ങനെയുണ്ട്? ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പുറമേന്നുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് സൂപ്പറാട്ടോ. കണ്ടില്ലേ, ഒരു കോണർക്ക് പോലും ഇല്ല. ഫുള്ള് കറവാണ്, ഫുള്ള് അറബിക് ബോഡിയാണ്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്. ആ കാണുന്ന ഗ്ലാസ് ഇട്ട കൂടെയാണ് നമ്മൾ റോഡ്. മെട്രോയിലുള്ള ഈ ഒരു റോബോട്ടിനെ നിങ്ങൾ ഇതിനൊന്ന് ചോദിച്ചാൽ മറുപടി പറയും. ഞാനും ചെയ്യും അതിനോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ. അറബിക്കാണോ ഇംഗ്ലീഷാണോ ആ സ്ക്രീനുമ നമുക്ക് ക്ലിക്ക് ചെയ്ത. അങ്ങനെ നമ്മൾ മെട്രോയിൽ തിരിച്ചു പോയിക്കൊണ്ട് നേരെ ഇരുട്ടി തുടങ്ങി. അമ്പത് ഉറങ്ങിക്കണ്. ഞങ്ങളൊക്കെ ഭയങ്കര ടയേർഡായി. ഇനി നേരെ റൂമിൽ പോവാ. ഇന്നത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.